എന്താ ചെയ്യുക അല്ലേ? ഞാൻ അറിയാണ്ട് ചോദിക്കാം. നമ്മൾ ഈ പാട്ട് പാടുന്നതും നമ്മളൊരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നതും ഇതെല്ലാം ഒരു വേറെ കുറച്ച് ആൾക്കാരുടെ അവകാശമാണെന്ന് പറഞ്ഞ് സൗണ്ട് കട്ട് ചെയ്യാനും നമ്മുടെ വീഡിയോ ബ്ലോക്ക് ചെയ്യാനൊക്കെ ഇവർക്ക് ആരാണ് അവകാശം കൊടുക്കുന്നത്? ഞാൻ അറിയാണ്ട് ചോദിക്കാം. എന്താണ് ആ നിയമത്തിൻ്റെ ഗുണം, അല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ ഗുണഭോക്താക്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആർക്കാണ് സ്വന്തം? യഥാർത്ഥത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സ്വന്തമാണോ ഇവിടെ? നമുക്ക് സ്വന്തമായിട്ടൊരു ശബ്ദം പോലും പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു വാക്ക് പോലും ഉണ്ടാക്കാൻ പറ്റില്ല. ഓൾറെഡി ഉണ്ടായിട്ടുള്ളതാണ്. ഇത് പണ്ട് മുതലേ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് കോപ്പി അടിച്ചിട്ടാണല്ലോ നമ്മൾ ഈ സംസാരിക്കാൻ തന്നെ പഠിക്കുന്നത്. എഴുതിയും വായിച്ചും കണ്ടും കേട്ടും പല സ്ഥലത്തുനിന്നും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഭാഷ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സംഗീതത്തിൻ്റെ ആയാലും അങ്ങനെ തന്നെയാണ്. ഈ സപ്തസ്വരങ്ങളുടെ പല ഫ്രീക്വൻസിയിലും പല മോഡുലേഷനിലും പല വേവ് ലെങ്ത്തിലും ഉള്ള പെർമ്യൂട്ടേഷനിലാണ് ഈ രാഗവും ഭാവവും താളവും എല്ലാം വന്നിട്ടുള്ളത്. ഇതൊന്നും ഒരാളുടെയും കുത്തകയല്ല, ഇതാരും ഉണ്ടാക്കിയിട്ടുള്ളതല്ല, പണ്ടേ ഉള്ളതാ. അങ്ങനെ പകർപ്പവകാശ നിയമം വയ്ക്കുകയാണെങ്കിൽ ഇന്നൊന്നും ഇവിടെ ആർക്കും ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല. കാരണം അത് പണ്ടുള്ള ആൾക്കാർക്കും മുതുമുത്തശ്ശന്മാർക്കും അതിൻ്റെ പുരാണങ്ങൾ എഴുതിയുണ്ടാക്കിയ ആൾക്കാർക്കൊക്കെ ഇതിന് സാധിക്കുള്ളൂ. അവരാണ് അതിൻ്റെ ഓണേഴ്സ്. പിന്നെ ഈ ഇടയ്ക്കിൽ കളിക്കുന്ന കുറച്ച് ബിസിനസ്സുകാർക്കാണോ ഇതിൻ്റെ അവകാശം കൊടുക്കേണ്ടത്? ഇത് കോടതി ചിന്തിക്കേണ്ടതാണ്. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കക്ഷി ചേരാൻ തയ്യാറാണ്. എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒന്നും അനുകൂല സ്ഥിതി അല്ലാത്തത് കൊണ്ടും വലിയ പിടിപാടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ശബ്ദം എവിടെ എത്താത്തത്. ഇതുപോലെ കോടിക്കണക്കിന് ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്നതോട് യോജിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാവരെയും അവർക്ക് നമ്മളുടെ ചിന്തകൾക്കും നമ്മളുടെ ക്രിയേഷൻസിനൊന്നും ഒരു വാല്യൂ ഇല്ലേ? ഇത് കുറച്ച് ബിസിനസ്സുകാരുടെ കമ്പനികൾക്ക് മാത്രമാണോ വാല്യൂ? പണ്ട് കാലത്തെ ആൾക്കാർ ഡോക്യുമെൻ്റ് ചെയ്യാതെ വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് എടുത്ത് അവകാശപ്പെടാൻ സാധിക്കുമോ എല്ലാ കാര്യങ്ങളും? അതെങ്ങനെയാണ് അത് കോടതിക്ക് അത് അങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ വരുത്താൻ തോന്നിയത്? കുറച്ച് ആൾക്കാരങ്ങോട്ട് നിയമം ഉണ്ടാക്കുക, എന്താ അത്? കോടിക്കണക്കിന് ആൾക്കാർ ഇപ്പുറത്തുണ്ട്. ഇവരുടെ ഇതിനൊന്നും ഒരു വാല്യൂ ഇല്ല. അപ്പം ഞാൻ പറയുന്ന എൻ്റെ ഈ ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങളെ അറിയിക്കൂ, പുറത്തേക്ക് വരട്ടെ. എല്ലാ ചിന്തകളും ഒന്നിച്ച് വരുമ്പോൾ അതിൻ്റെ പവർ വേറെയാണ്. ഇതിന് എഗെയിൻസ്റ്റായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ ആർക്കെങ്കിലും ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അയാൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനുണ്ടാവും. കാരണം അങ്ങനെ ഒരു അവകാശപ്പെടാൻ സാധിക്കില്ല ഒരു പാട്ടുകാരനും. ഇത്രയും വലിയ ഗാനഗന്ധർവൻ ദാസേട്ടന് പോലും ഒരു പാട്ട്, അദ്ദേഹത്തിൻ്റെ തന്നെ പാട്ട് രണ്ടാമത് അതുപോലെ പാടാൻ സാധിക്കില്ല. കാരണം 100% അതുപോലെ ആവില്ല. ശബ്ദം, ടോൺ, പിച്ച്, അതിൻ്റെ മോഡുലേഷൻ, വൈബ്രേഷൻ, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതാണ് ക്രിയേഷൻ്റെ ബ്യൂട്ടി. ഒരിക്കലും ഒരു പ്രാവശ്യം ക്രിയേറ്റഡ് ആയിട്ടുള്ള സാധനം രണ്ടാമത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് കുറേ ആൾക്കാർ ജഡ്ജസായിട്ട് ഇരുന്ന് കഴിഞ്ഞാലും 100% അതുപോലെ ആയി എന്ന് പറയാൻ അവർക്ക് സാധിക്കില്ല. കാരണം 100% ആവില്ല. അത് ആർക്കും ആക്കാൻ കഴിയില്ല. അപ്പോൾ അത്രയും യുണീക്കായിട്ടുള്ള ഓരോ ക്രിയേഷൻ, ഓരോ ശ്വാസം പോലും യുണീക്കാണ്. അതേപോലെ തന്നെ രണ്ടാമത് ശ്വാസം എടുക്കാൻ ഈ ഓണർക്ക് സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഈ പകർപ്പവകാശ നിയമം വന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല, എൻ്റെ ദൈവമേ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല പിടിപാടുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് തരാൻ കഴിയുമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. കാരണം വർഷങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു പാട്ട് പാടാൻ പറ്റില്ല. നമുക്കൊരു മൂളിപ്പാട്ട് പാടിയാൽ പോലും നമ്മൾക്ക് ഇൻഫ്ലുവൻസ് പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ജീവിയല്ലേ. ഞാൻ പല കേട്ടതും കണ്ടതും സിനിമയായാലും പാട്ടായാലും ഭാഷകളായാലും ഇവരെയൊക്കെ ഇൻഫ്ലുവൻസിലായിരിക്കും നമുക്ക് മനസ്സിലൊരു മൂളിപ്പാട്ട് വരുന്നത്. ഈ മൂളിപ്പാട്ടിന് ഏതോ ഒരു രാജ്യത്ത് ഏതോ ഒരു മുതലാളിക്ക് അവകാശപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ശബ്ദം കട്ട് ചെയ്യാൻ ഇവർക്ക് ആരത് അവകാശം കൊടുത്തു? ഞാൻ അറിയാണ്ട് ചോദിക്കുക. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്.
I plead justice.